ഒരു പക്ഷെ ഇങ്ങനെയാകാം. ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ ആ നിമിഷം എന്നേക്കുമായി ഈ കരാർ മരവിപ്പിക്കും. പിന്നെ ഒരിക്കലും അത് പുനഃസ്ഥാപിക്കില്ല എന്നതാകാം അടുത്ത കരാർ. ഈ കരാറിലെ ഇനി ഒരു എഗ്രിമെന്റ് ഉണ്ടായാൽ അതിലെ വ്യവസ്ഥ നമുക്കറിയാനൊക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വാക്കുകൾ വളരെ വിലപ്പെട്ട വാക്കുകളാണ്. ഇന്ന് പി ടി എ അവഗണിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ്. നമുക്കറിയാം പാകിസ്ഥാന്റെ രാഷ്ട്രീയ മേഖലയിൽ, കാരണം പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫിനെ നിരോധിക്കുകയും സ്വതന്ത്ര അംഗങ്ങളായിട്ട് അവരുടെ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇമ്രാൻഖാൻ എന്ന രാഷ്ട്രീയ നേതാവിനെ തിരിച്ചു കൊണ്ടുവരികയും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള വ്യാജ കേസുകൾ ഉപേക്ഷിക്കുകയും രാഷ്ട്രീയ പ്രക്രിയ പുനരാരംഭിക്കുകയും ആർമിയുടെ സപ്പോർട്ടോടുകൂടിയല്ല, മറിച്ച് രാഷ്ട്രീയ നേതൃത്വം വളരെ ആഴത്തിൽ കാര്യങ്ങൾ വിചിന്തനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളോട് ഇവർക്ക് വിശദീകരിക്കാൻ കഴിയും. ഇവിടെ ഇന്ത്യ അല്ല പ്രശ്നം, ഇവിടെ പാകിസ്ഥാന്റെ സൈന്യം എടുത്ത ചില നിലപാടുകളാണ് വിഷയമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് സൈന്യം ബാരക്കുകളിൽ തുടരട്ടെ, രാഷ്ട്രീയ നേതൃത്വം അധികാരം ഏറ്റെടുക്കട്ടെ, ഇന്ത്യയുമായി ചർച്ച ചെയ്ത് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന ഒരു തീരുമാനത്തിലെത്തി നിന്നാൽ അധികം വൈകാതെ തന്നെ സിന്ധു നദീജല കരാർ ഒരിക്കൽ കൂടി എത്തിച്ചേരാൻ, ഒരു റിന്യൂഡ് കരാറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതുവരെ ഈ പ്രതിസന്ധി തുടരും. പാകിസ്ഥാൻ എന്തെല്ലാം ചെയ്താലും ആ പ്രതിസന്ധി നിലവിൽ തുടരുക തന്നെ ചെയ്യും.